ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ റാണിപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഒന്നും കൂടെ ഞങ്ങൾ റാണിപുരം കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ രാവിലെ 9 മണിക്ക് കാസർഗോഡ് നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. 11 മണിക്കാണ് നമ്മൾ റാണിപുരത്ത് എത്തിച്ചേരുന്നത്. കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് പോകാൻ സാധിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച ഇതാണ് ഗൈസ്. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ജൂൺ മാസം ഒരു ജൂൺ 14 സൺഡേ മറ്റെങ്ങാണ്ടാണ് ഞങ്ങൾ പോയതെന്ന് തോന്നുന്നു, 14-ാം തീയതി. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കാറ് പാർക്ക് ചെയ്യാൻ പോലുമുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റാണിപുരത്ത് ഞങ്ങൾ എത്തി. പക്ഷേ ഞങ്ങൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ ഇടയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ വണ്ടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ചേട്ടനും ചേച്ചിയും കുട്ടികളും കൂടിയാണ് പോയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ റാണിപുരം സന്ദർശനമായിരുന്നു. കാരണം ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെ ആനക്കൂട്ടം ഇറങ്ങിയതുകൊണ്ട് പകുതി അതിൻ്റെ ആദ്യത്തെ ഒരു പുൽമേട് വരെ, 1 കിലോമീറ്ററിന് ശേഷം ഒരു പുൽമേടുണ്ട്, ആ പുൽമേട് വരെ പോകാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്ന് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ഹിൽ വ്യൂ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ റാണിപുരത്താണ് അല്ലടാ. അപ്പം റാണിപുരത്ത് പോയി. അപ്പോൾ റാണിപുരത്ത് എത്തിയപ്പോഴുള്ള അവസ്ഥ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. എന്നാ പാച്ചു കാണുന്നത്? മൊത്തം തിരക്കാണ്, ഫുള്ള് വണ്ടിയാണ്. പറ. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ ഇച്ചിരി സ്ഥലം കിട്ടി, ഞങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഓടി വരുന്ന ആശാനെ കണ്ടോ? ഇതാണ് ഞങ്ങളുടെ കിച്ചപ്പൻ കേട്ടോ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് പൊതുവെ യാത്രകളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇത് പാച്ചുക്കുട്ടൻ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഹിൽ ടോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാണിപുരത്തു നിന്ന് പാസ് എടുക്കണം. ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് കടത്തി വിടുകയുള്ളൂ അവർ. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഹിൽ ടോപ്പിലേക്ക് പോകണം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇതിലെയാണ് നമ്മൾ ഹിൽ ടോപ്പിലേക്ക് പോകുന്നത്. നമ്മളിതിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് പറയുന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് കുട്ടികൾക്കും അഡൾട്ട്സിനും പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നവർക്കൊക്കെ എത്രയാണ് വരുന്നതെന്ന് കൃത്യമായി ആ ഡിസ്പ്ലേ ബോർഡിൽ അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ താഴ്വാരാണേ.
ഇവിടെ വന്നപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 11 മണിക്ക് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ചൂടത്തായിരിക്കും നമ്മൾ കയറി പോകുന്നതെന്ന്. പക്ഷേ 12 മണിയായപ്പോൾ തൊട്ട് ഇവിടെ തണുത്ത കാറ്റാണ് വീശുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 കാലാവസ്ഥ അറിയാൻ പറ്റിയിട്ടുണ്ട്. ചൂടത്തായിരുന്നപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ ഒരു ചെറിയ ചൂടായിരുന്നെങ്കിലും കുറച്ചങ്ങോട്ട് കയറി പോകും തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. പക്ഷേ ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോകുമ്പം ചെറുതായിട്ട് മഴയും പെയ്തു, നല്ല കോടയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയുണ്ടല്ലോ, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി കാച്ചു പ്ലീസ്.